ഹലോ, ഇന്നത്തെ റെസിപ്പി നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരം വെള്ളത്തിലിട്ട് രാവിലെ അരച്ചെടുത്തിട്ട് ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റേതാണ്. ഓട്ടട എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അരി അരച്ചതിന് ശേഷവും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി കലക്കിയിട്ടും ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാം. ഞാനിത് അരി അരച്ചതിന് ശേഷമാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് നാളികേരം ചിരവിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നാളികേരം ചിരവി ഇടുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ അരച്ച് ചേർക്കുകയും ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഈ ഒരു മാവിൽ ഒഴിച്ചു കൊടുത്ത് ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം പത്തിരിച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചട്ടി നന്നായി ചൂടായി വന്നപ്പോഴത്തേക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരപ്പത്തിന് ഒരു തവി ബാറ്ററാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിലേറെ വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാട്ടോ. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂടി വെക്കണം. മൂടി വെച്ചിട്ടാണ് ഈ ഒരു അപ്പം വേവിച്ചെടുക്കാനുള്ളത്. ഇതിലേക്ക് ഏതൊരു കറിയും നല്ല കോമ്പിനേഷനാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിലേക്ക് ഒന്നുകിൽ ചമ്മന്തി അല്ലാന്നുണ്ടെങ്കിൽ നാളികേരപ്പാൽ. ഇത് രണ്ടുമാണ് എനിക്കിതിലേക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനായി തോന്നിയിട്ടുള്ളത്. അതിലും എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാനാണ്. ഈ ഒരു അപ്പം എടുത്ത് അതിൽ നിറയെ നാളികേരപ്പാൽ ഒഴിച്ച് ആ ഒരു പാലിൽ നമ്മുടെ അപ്പം നല്ല രീതിക്ക് സോക്കാവുന്നത് വരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഇത് കഴിച്ചാലുണ്ടല്ലോ, ആഹാ അന്തസ്സാണ്. അരിപ്പൊടി വെച്ചിട്ടും സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ തയ്യാറാക്കുക. അരിപ്പൊടിയിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസാവാതെ കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കുക. അതിലേക്ക് നാളികേരം ചിരവിയിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ കാണിച്ചെടുക്കുക. അപ്പം രണ്ട് രീതിക്ക് തയ്യാറാക്കിയാലും നല്ല അടിപൊളി അപ്പമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു അപ്പത്തിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പേരാണ് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു രീതിയിൽ അപ്പം തയ്യാറാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കുക. തലേദിവസം അരി വെള്ളത്തിലിട്ട് അരയ്ക്കാനൊക്കെ മറന്നുപോയ ആൾക്കാർക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അതല്ല, വൈകുന്നേരം അരി വെള്ളത്തിലിട്ട് അരയ്ക്കാനൊക്കെ മറന്നുപോയ ആൾക്കാർക്ക് അരി രാത്രി വെള്ളത്തിലിട്ടതിന് ശേഷം രാവിലെ എണീറ്റ് അരച്ചെടുത്തും ഈ ഒരപ്പം തയ്യാറാക്കാം.